നമ്മൾ ചിന്തിക്കണത് ഇങ്ങനെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇസ്ലാം എന്ന് പറഞ്ഞൊരു സമഗ്ര ദർശനത്തെ ആദ്യം നമ്മൾ മതാക്കി, മതത്തെ അനുഷ്ഠാന മതമാക്കി, അനുഷ്ഠാന മതത്തെ ഇസ്ലാം കാര്യത്തിലേക്ക് മീമാൻ കാര്യത്തിലേക്ക് ഒതുക്കി. എന്നിട്ട് നമ്മളിങ്ങനെ ശാന്തമായിട്ടിരുന്ന് ആലോചിക്കുകയാണ്, 6 കാര്യം ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ, പിന്നെ 5 കാര്യമാണല്ലോ. ഒന്നാമത്തെ കാര്യം ഇല്ല. രണ്ടാമത്തെ കാര്യം നിസ്കാരം, ഞാനത് ചെയ്യുന്നുണ്ടല്ലോ, വർഷങ്ങളായിട്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കല്ലേ. മൂന്നാമത്തെ കാര്യം സക്കാത്ത്, അതിന് ഞാൻ കോടീശ്വരനല്ലല്ലോ, അതുകൊണ്ട് ഞാനത് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ 4ാമത്തെ കാര്യം നോമ്പ്, അത് 10-30 കൊല്ലമായിട്ട് ഞാൻ പിടിക്കണതാണല്ലോ. ഹജ്ജ്, അത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ കയ്യിൽ കാശില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യണില്ല, തീർന്ന്. പിന്നെ എന്താ ഉള്ളത്? പ്രത്യേകിച്ച് പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു പെർഫെക്റ്റ് മുസ്ലിമായി. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് എന്തെന്ന് പ്രത്യേകിച്ച് ഖുർആനിൽ നിന്ന് പഠിക്കാനുള്ളത് അർത്ഥം അറിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഖുർആനിൽ നിന്ന് എന്തർത്ഥം അറിഞ്ഞിട്ട് ഞാൻ എന്ത് പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. പിന്നെ ആകെയുള്ള ഒരു കാര്യം, ഓതി കൂലി വാങ്ങണം. അതും കൂടി കിട്ടിയ നമ്മുടെ മൊത്തം പരിപാടി ഏതാണ്ട് വിജയത്തിലെത്തി. ബാക്കി ഉണ്ടെങ്കിൽ അത് ഓതി കൂലി വാങ്ങലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ അവസ്ഥ. നമ്മൾ എങ്ങനെ വക്രതയോടുകൂടിയാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ.